പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ച് രണ്ടാം ഘട്ട അന്വേഷണത്തിന് സാധ്യത. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട അമ്മുവിന്റെ പിതാവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പുതിയ പരാതിയും നൽകിയിരുന്നു. നിലവിൽ പുരോഗമിക്കുന്ന അന്വേഷണത്തിനപ്പുറം കണ്ടെത്തലുകളാണ് അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾ അമ്മുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇത് കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലപ്പെടുത്തേണ്ട സാഹചര്യത്തിനും വഴിവെക്കുന്നു. കോളേജ്, ഹോസ്റ്റൽ, അമ്മുവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നിങ്ങനെ അന്വേഷണം ഇനിയും വിപുലമാക്കേണ്ടി വരും. വിവരശേഖരണത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യലുകളും ആവശ്യമാകും. കോളേജ് സൈക്കാട്രി വിഭാഗം അധ്യാപകനെയും കേസിൽ പ്രതി ചേർക്കണമെന്നാണ് അമ്മുവിന്റെ പിതാവ് സജീവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് നൽകിയ പുതിയ പരാതിയിൽ ആവശ്യപ്പെട്ടത്. പ്രതി ചേർക്കപ്പെട്ട 3 വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യത്തിൽ അധ്യാപകൻ സജി അമ്മുവിനെ കുറ്റവിചാരണ നടത്തിയെന്നാണ് പിതാവിന്റെ ആരോപണം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിന് സമയോചിതമായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണവും കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം ഉണ്ടാകുമോ എന്നതും നിർണായകമാണ്. അതേസമയം ക്യാമ്പസ് ജീവിതത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്ന് വെളിവാകുന്ന അമ്മു എഴുതിയ കുറിപ്പും കുടുംബം പുറത്തുവിട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ലഭിച്ച അമ്മുവിന്റെ വസ്തുവകകൾക്കിടയിൽ നിന്നുമാണ് കുറിപ്പ് ലഭിച്ചതെന്ന് കുടുംബം പറയുന്നു. മാനസിക സമ്മർദ്ദവും പരിഹാസവും കോളേജിൽ നിന്നും നേരിടേണ്ടി വന്നു എന്നാണ് 2 വരി കുറിപ്പിൽ അമ്മു എഴുതി വെച്ചിരുന്നത്. ജനം, പത്തനംതിട്ട.